പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ തുളസിയുമായി ഒരു സംവാദത്തിന് ഒരു ഡിസ്കഷന് ഒരുങ്ങിയാണ് ഞാൻ. എൻ്റെ ഒരു സിനിമ ഈ ജൂൺ 26 റിലീസ് ചെയ്യുകയാണ്, ലേഡി വിത്ത് ദ വിങ്സ്. സ്ത്രീയുടെ ജേർണി, ഒരു യാത്രയാണ് കാണിക്കുന്നത്. ഒരു സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പോകുന്ന ഒരു സ്ത്രീയുടെ യാത്രയാണ് ഇതിനകത്ത് ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്നത്. മാമിൻ്റെ ഒരു പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വോയിസ് ഓഫ് ദി വോയിസ്ലെസ്, ശബ്ദമില്ലാത്തവരുടെ ഒരു ശബ്ദമായി തീരുന്ന ആ ഒരു യാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാമായിട്ടൊരു സംവാദത്തിന്, ഒരു സംഭാഷണത്തിന് ഒരുങ്ങുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എൻ്റെ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. മാമിന് അതിനെക്കുറിച്ച് എന്താണ് വോയിസ് ഓഫ് ദി വോയിസ്ലെസ്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി പ്രതിധ്വനിക്കുന്നത് എത്രമാത്രം പ്രാപ്യമാണ്, എത്രമാത്രം വിദൂരമാണ്, അതിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, ഈ ഒരു ചോദ്യങ്ങളാണ്. കാര്യം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു പൗര എന്ന നിലയിൽ ഞാൻ ഇന്ന് ഒരു നോക്കുമ്പോൾ ഇനിയും ഒരുപാട് ഭാഗങ്ങൾ മുൻപോട്ട് വരാനുണ്ട്. സാമൂഹ്യമായിട്ടും മാനസികമായിട്ടും ഇമോഷണലായിട്ടും വരേണ്ട ഒരുപാട് മേഖലകൾ ഇനിയുമുണ്ട്. മാമിൻ്റെ അഭിപ്രായം അതിനെക്കുറിച്ച് എന്താണ്? ഇപ്പം നേരത്തെ പറഞ്ഞ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അതെ, ശരി. അടുത്തുള്ളവാ. പലപ്പോഴും നമ്മുടെ മുന്നിൽ വരുന്ന അപേക്ഷകൾ ഏറ്റവും സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും. അതെ, അത് ചിലപ്പം വീടില്ലാത്തവരുടെ ആയിരിക്കും, വരുമാനം ഇല്ലാത്തവരുടെ ആയിരിക്കും, നല്ല വിദ്യാഭ്യാസം കിട്ടാത്തവരുടെ ആയിരിക്കും. അപ്പം ഏറ്റവും താഴെത്തട്ടിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലും വരിക. അപ്പം അത് നമുക്ക് ഒരേ സമയം ഒരു വെല്ലുവിളിയാണ്, അതേസമയം തന്നെ അതൊരു നമുക്ക് തീർച്ചയായിട്ടും, കാരണം ഓരോ ആളുകൾക്കും നമ്മൾ സഹായം ചെയ്തു കൊടുക്കുകയും അവർക്ക് പറയാനുള്ളത് ക്ഷമയോടുകൂടി കേൾക്കുകയും അതിൽ ഇടപെടാൻ കഴിയുകയൊക്കെ ഇറങ്ങി ചെല്ലുക എന്നുള്ളതല്ലേ. അപ്പൊ ഈ ബിന്ദു, എൻ്റെ ലേഡി വിത്ത് ദ വിങ്സ് എന്നുള്ള മൂവി 26 റിലീസാണ്. അതിനകത്ത് ഈ ബിന്ദു എന്ന കഥാപാത്രത്തിൻ്റെ പേര്, പിന്നെ മെയിൻ ഹീറോയിൻ്റെ പേര് ബിന്ദു എന്നാണ്. ബിന്ദു എന്ന കഥാപാത്രം തൊഴിലുറപ്പ് പദ്ധതിയിൽ ലൂടെ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നൊരു സ്ത്രീയാണ്. തൊഴിലുറപ്പ് ഇല്ലാത്ത സമയം അവൾ മൈക്കാട് പണിക്ക് പോവുകയും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ ഒരു സുപ്രഭാതത്തിൽ ഇവളുടെ ഭർത്താവെന്ന് അവൾ വിശ്വസിക്കുന്ന, അവളുടെ കൂടെ പൊറുക്കുന്ന അയാളെ ചതിക്കുകയാണ് ചെയ്യുന്നത്. ആ ചതിയിൽ നിന്ന് അവളൊരു വീഴ്ചയോട് വീഴും. അത്രയും ഉണ്ടായിരുന്ന ആ തൊഴിലുറപ്പ് സംഘത്തിൽ അവളൊരു വലിയ ഏതാണ്ടാണെന്നൊരു ഭാവത്തിൽ നടക്കുകയാണ്. ഞാനൊരു വലിയ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ പെട്ടെന്ന് എല്ലാവരുടെയും മുമ്പിൽ മുറിവേറ്റ് ഇങ്ങനെ വലിച്ചേറപ്പെട്ട് കഴിയുന്ന അവളുടെ പ്രതിച്ഛായ വലിച്ചേറിപ്പെട്ടു. മീൻസ് ഞാൻ ഒന്നുമല്ല, ഈ ഒരു ഇത്രയും നാൾ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ പ്രതിച്ഛായ വലിച്ചേറപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ആ സ്ത്രീക്ക് പിന്നെ ഉള്ളൊരു യാത്ര, അവൾ ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ അവൾക്ക് വൈരാഗ്യം അങ്ങോട്ട് കാണിക്കാൻ നോക്കുന്നു, അയാളെ തിരിച്ചടിക്കാൻ നോക്കുന്നു. കുറേ യാത്രകളുടെ അവസാനം അവൾ യാത്ര പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെട്ട് പോകുന്ന യാത്രയിൽ ഇപ്പം നമ്മുടെ ജീവിതത്തിലെ ഓരോ യാത്രയിൽ നമ്മൾ ഓരോ പഠനമാണല്ലോ. മാമിൻ്റെ ഇപ്പം ഈ പൊളിറ്റിക്കൽ ലൈഫിലും തന്നെ ഓരോ വ്യക്തികളെ കാണുമ്പോഴും നമ്മൾ ഓരോ പാഠശാലയിലോട്ടാണ് പോകുന്നത്. അവരുടെ ജീവിതത്തിലോട്ട് പോകുമ്പം ഓരോ പാഠശാലയാണ്. അപ്പോൾ അതിൽ നിന്ന് നേടുന്ന ഒരു നോളജ്, ഒരു ജ്ഞാനം അവളുടെ ജീവിതത്തിലേക്ക്, ഞാനിതൊന്നും അല്ല, ഞാൻ ഇങ്ങനെ ആയിരിക്കേണ്ട ആളല്ല, ഞാൻ സമൂഹത്തിന് വഴികാട്ടിയായി നിൽക്കേണ്ട ആളാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട ആളാണെന്നൊരു ബോധ്യം വരുന്ന മൊമെൻ്റ് തൊട്ടാണ് അവളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ അവൾ ജീവിച്ച ജീവിതം ഒരു ഒഴുക്കിന് ഒത്തുപോയിക്കൊണ്ടിരിക്കുകയും ഒഴുക്കിനെതിരെ നീന്തിയെങ്കിലേ സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുകയുള്ളെന്നും അതിനായിട്ട് അവൾ ഒരു കാൽവെപ്പ് വയ്ക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം. അവൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു വഴിയിൽ കിട്ടുന്നൊരു കുഞ്ഞിന് അമ്മയാവുക. പിന്നെ അവൾ ഒന്നാമത് അവളുടെ ജീവിതം അവൾ സെക്യൂർഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അവൾക്കൊരു സ്കില്ലുണ്ടായിരുന്നു, അത് ഡെവലപ്പ്. തയ്യലായിരുന്നു, പക്ഷേ അവൾ പിന്നെ ഒരു ഫാഷൻ ഡിസൈനിലേക്ക് പോവുകയാണ്. തയ്യൽ എന്ന് പറഞ്ഞാൽ അവൾ തയ്ക്കുന്നതും വെട്ടിത്തുന്നി തയ്ക്കുന്നതും ആളുകളിലെ ഈ അവളുടെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങളുടെ മുമ്പിൽ ജാട കാണിക്കാൻ വേണ്ടിയാണ് തുന്നി തയ്ച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരുങ്ങിക്കാൻ നടക്കുക. ലൈല നോക്കി, ഇതാ ഞാൻ പറഞ്ഞ പാലിക്കമാല. എന്തോ ഒരു പൈസയാ പാഴിക്കളയണേ. കള്ളല്ലേ, സ്വർണ്ണാണെന്നേ പറയുള്ളൂ അല്ലേ. നോക്ക്, ഒത്തിരി ഉണ്ട്. എന്തുവാടി നീയൊക്കെ കുശുമ്പ് പറയുന്നേ? എടി, എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഞാൻ എടുത്തോട്ടെ.
എല്ലാം കൂടി ഒന്നും എടുക്കണ്ട, ഒന്നങ്ങാണ് എടുത്താൽ ഇതാ മതി. ഞാൻ പിൽക്കാലത്ത് ആ ഒരു കല അവളുടെ ജീവിത മാർഗത്തിലേക്ക് നയിച്ചു, അങ്ങനെ വലിയൊരു ലെവലിലേക്ക് എത്തി. If I look hot, then I don't blame you. Hello, hello, mind your business. അപ്പോൾ പിന്നെ അവൾ പിൽക്കാലത്ത് തിരിച്ച് വന്ന് അവൾ ആ ഒരു ജേണി പൂർത്തിയായിട്ട് തിരിച്ചു വരുമ്പം അവൾ ഈ തൊഴിലുറപ്പ് സ്ത്രീകളെ പുനരധിവസിക്കാൻ എനിക്ക് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഈ 100 ദിവസത്തെ കൂലി അല്ലാതെ ഒരു 365 ദിവസത്തിൽ 100 ദിവസത്തെ പണിക്കൂലി കിട്ടുമ്പോൾ അവർക്ക് ഒന്ന് സ്വാശ്രയത്വമുണ്ട്. അതിനപ്പുറത്തേക്ക് നീളുന്ന കുറച്ചുകൂടെ മുമ്പോട്ട് പോകാൻ ഇവൾ സഹായിക്കുന്നു. അവൾ പോയി ഈ പഞ്ചായത്തുകളിലും വില്ലേജുകളിൽ നിന്ന് അവയിൽ ചെയ്യാൻ പറ്റുന്ന കോഴി, ആട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൾ ഇടപെടുകയും പിന്നെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിൽ ഇടപെടുകയും പിന്നെ വൃദ്ധസദനങ്ങളിലും മെൻ്റൽ അസൈലങ്ങളിലെല്ലാം പോയി വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യുക. പിന്നെ അവളുടെ ജീവിതം ഒരാകാശത്ത് ഇതിൽ സിനിമയുടെ ഇതിൽ പറയുന്നത് പോലെ തന്നെ ലേഡി വിത്ത് ദ വിങ്സ്, ചിറകുള്ള സ്ത്രീയായിട്ട്. ചിറകെന്ന് പറഞ്ഞാൽ പല മാനങ്ങളിലേക്ക് പറക്കുവാണ്. അപ്പം നമ്മൾ ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ നമ്മുടെ ലോകം അത് മാത്രമാണ്. പല ലെവലിൽ പല സ്റ്റാറ്റസ് ഓഫ് ലൈഫിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ മാനങ്ങൾക്ക് വ്യത്യാസം വരുന്നത്. അപ്പോൾ മാനങ്ങൾക്ക് വ്യത്യാസം വരുന്ന ഒരു സ്ത്രീയായിട്ട് സാമൂഹിക നന്മയ്ക്കായിട്ട് തീരുമ്പോൾ അവൾക്ക് പിന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും അവളെ ബാധിക്കുന്നില്ല. എൻ്റെ ലൈഫ് ഇതാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഈ ഒരു ജീവിതത്തിലേക്ക് പോകേണ്ടതാണെന്നുള്ളൊരു തീരുമാനത്തിലെത്തി ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു സ്ത്രീയായിട്ടും സമൂഹത്തിൻ്റെ നന്മയ്ക്കായി തീരുന്ന ഒരു വ്യക്തിയായിട്ട്. അപ്പോൾ ആണോ പെണ്ണോ ആയാലും സാമൂഹ്യ നന്മയ്ക്കായിട്ട് നമ്മുടെ ജീവിതം ഉതകിയില്ലെങ്കിൽ ഒരു പ്രശ്നം, ഒരു ഇൻജസ്റ്റിസ്, ഒരു നീതിയില്ലായ്മ കാണുന്നിടത്ത് പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് പ്രത്യേകിച്ച് കാരണമല്ല. നമ്മളൊരു കുലസ്ത്രീ പട്ടത്തിൽ നിന്നുകൊണ്ട് എനിക്കത് മിണ്ടാൻ പാടില്ല, ഞാൻ പറയാൻ പാടില്ല, ഏത് കണ്ടാലും അതൊന്ന് പ്രതികരണം. ഇപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നാം കാണുന്നുണ്ടല്ലോ. കുഞ്ഞുങ്ങളുടെ പിന്നെ ഒരു സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ, സ്ത്രീകൾക്ക് സുരക്ഷിതമില്ലാത്ത അവസ്ഥ. അപ്പം ഇതിനെല്ലാം ഒന്ന് പ്രതികരിക്കാനുള്ളൊരു ശേഷി സമൂഹത്തിനുണ്ടാവണ്ടേ? തീർച്ചയായിട്ടും ഉണ്ടാവണമല്ലോ. കാരണം നമ്മുടെ മുന്നിലൊരു ചാലഞ്ച് വരുമ്പോഴാണല്ലോ നമ്മളതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതൊരു വ്യക്തി പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് മുഴുവൻ സമയവും നമ്മുടെ ലൈഫിൽ ചെറുതും വലുതുമായിട്ടുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളും വരുമ്പോൾ എപ്പോഴും മറ്റുള്ളവരുടെ ഉപദേശം തേടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. പിന്നെ ഒരു ചാലഞ്ച് വരുമ്പം അതിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും അതിനെ പരിഹരിക്കേണ്ടി വരും. അപ്പം ഓരോ വ്യക്തിക്കും അവരുടെ ആത്മവിശ്വാസവും അവരുടെ അറിവും അതുപോലെ തന്നെ അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ പ്രതികരണങ്ങൾ വരിക. ഇപ്പം ഈ കഥയിൽ പറഞ്ഞിട്ടുള്ള സ്ത്രീയും അങ്ങനെ തന്നെ അവര് ജീവിച്ചു പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് പ്രതികരിക്കേണ്ട സാഹചര്യങ്ങൾ വന്നപ്പം അവര് സ്വയം കണ്ടെത്തിയ വഴികളിലൂടെ അവര് മുന്നോട്ട് പോയി. എപ്പോഴും അത് തന്നെയാണ് ഒരു വ്യക്തിക്ക് വേണ്ടത്. കാരണം എപ്പോഴും നമുക്ക് വഴികൾ ഒരുക്കി തരാനും നമ്മള് സ്വയം വഴിവെട്ടി പോകേണ്ട സാഹചര്യങ്ങളൊന്നും ചിലപ്പോൾ മറ്റുള്ളവർ ഒരുക്കിയ വഴിയിലൂടെ നമ്മൾ പോകേണ്ടി വരും. അപ്പം എന്ത് തന്നെ ആയിരുന്നാലും വെല്ലുവിളികൾ വരുമ്പോൾ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ കഥയിലെ സ്ത്രീയും അങ്ങനെ ചെയ്തു എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു പരിചയത്തിൽ വളർന്നു വരുന്ന ഒരു സ്ത്രീയുടെ പ്രതീകം തന്നെയാണ്. പിന്നെ നമ്മൾ കണ്ണു തുറന്നിരിക്കേണ്ട ഒരവസ്ഥയുണ്ട്. ചുറ്റുപാട് എന്ത് നടക്കുന്നു, അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ സുരക്ഷിതമായിട്ടിരുന്ന് പോരല്ലോ. നമ്മുടെ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ ഒരു സാമൂഹ്യമായ ഒരു തിന്മ കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനും അതിനെതിരെ ശബ്ദിക്കാനും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്ന് പറയുന്ന പോലെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരുക എന്ന് പറഞ്ഞത് അത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ മേഖലകൾ അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് അവരുടെ ഇടയിൽ ചെന്ന് പെരുമാറുമ്പോൾ ഒരാളുടെ പ്രശ്നമായിരിക്കത്തില്ല അടുത്ത ആളുടെ പ്രശ്നം. അങ്ങനെ സീരീസ് ഓഫ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ബോധ്യമുണ്ടല്ലോ, ആ ബോധ്യം വലുതല്ലേ? പിന്നെ തീർച്ചയായിട്ടും. കാരണം നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും നമ്മൾ ഉത്തമ ബോധ്യത്തോടു കൂടി ചെയ്തു തീർക്കേണ്ടതാണ്. അത് ചെറുതോ വലുതോ ഏത് വിഷയം അങ്ങനെ ഇല്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ബോധ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോയാൽ അത് മിക്കവാറും ഒരു പരാജയത്തിലേക്ക് എത്തും. അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയും, അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ എല്ലാ വശങ്ങളും, ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വൺ സൈഡായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അതിന് നല്ല കുറച്ച് അതിനെക്കുറിച്ചുള്ള അറിവ് വേണം. നമുക്ക് അറിവില്ലെങ്കിലും മറ്റുള്ളവരോട് ചോദിക്കാം, മറ്റെല്ലാ സാധ്യതകളെയും അതിൽ ഉപയോഗപ്പെടുത്താം. പിന്നെ ചില ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന ഇതിൽ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള വളരെ വിശദമായിട്ടുള്ള പഠനമോ അറിവോ ഒന്നും ചിലപ്പോൾ നമ്മളെ സഹായിച്ചൊന്നും വരില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം വന്നു, അപ്പം അതിനെ നമ്മൾ
അപ്പോഴത്തെ നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പ്രതികരിക്കേണ്ട ഏതായാലും പിന്നെ ഏതായാലും ആവശ്യമാണ് പ്രതികരിക്കണം. പക്ഷെ നമുക്കൊരു പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് എപ്പോഴും വേണം. ഇപ്പൊ നമ്മള് ഒരാളിപ്പം കയ്യിൽ പെട്ടെന്ന് കയറി പിടിച്ചു, അവിടെ ബോധം കെട്ട് വീണിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ള ആൾ ഒരിക്കലും അങ്ങനെ വീഴില്ല. ബിന്ദു, അപ്പൊ അതിന് നമ്മൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവാന്ന്. ഈ ബിന്ദു തന്നെ പറയുന്നത്, ബിന്ദുവിന് ബോധം കിട്ടണമെങ്കിൽ ബിന്ദു കൂടെ വിചാരിക്കണം. ബിന്ദുവിന് അൺകോൺഷ്യസ് ആവണമെങ്കിൽ ബിന്ദു കൂടി വിചാരിക്കണം. അതായത് സ്ത്രീകൾക്ക് ഒരു സിക്സ്ത് സെൻസ് ഓൾറെഡി ഉണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ മൾട്ടി ടാസ്ക് എടുക്കുന്നു. ഒരു കുഞ്ഞിനെ എളി വെച്ചോണ്ടായിരിക്കും ഒരു അമ്മ പാചകം ചെയ്യുന്നത്. അപ്പോഴായിരിക്കും പിന്നെ ബെല്ലടിക്കുന്ന ആരെങ്കിലും പുറത്തു പോകേണ്ടത്. ഇങ്ങനെ ഒരു 3-4 കാര്യങ്ങൾ ഒരേ സമയം മൾട്ടി ടാസ്ക് ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഇതൊരു വിഷയമല്ല. കാര്യം അവർക്ക് ഒരു സിക്സ്ത് സെൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോഴും മാം പറഞ്ഞ പോലെ അത് കണ്ണ് തുറന്നിരിക്കേണ്ടത് ആവശ്യമാണ്. എന്ത് സംഭവിക്കുന്നു, അതിനകത്ത് എന്താണ് സൊല്യൂഷൻ. മാം ഈ പിന്നോക്ക വിഭാഗക്കാരുടെ ഉന്നമനത്തിനായിട്ട് എന്ന് നമ്മളൊരു ലെവൽ അപ്പ് ചെയ്യുമെന്നാണ് ഒരു വിശ്വാസം. നമ്മളിപ്പം ചെയ്തിട്ടുണ്ടോ ഇപ്പൊ മാമിന്റെ ഒരു കാലഘട്ടങ്ങളായിട്ടുള്ള 100% ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഏതൊരു വകുപ്പിനെ കുറിച്ച് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ഈ വകുപ്പും. ഇപ്പൊ 100% എല്ലാ അർത്ഥത്തിലും അച്ചീവ് ചെയ്തെന്ന് നമുക്ക് ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. കാരണം മനുഷ്യരാണല്ലോ ഇത് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എഫേർട്ട് എടുക്കുക, നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ അതില് പല പോരായ്മകൾ വരാൻ, കാരണം ഒരു വ്യക്തി മാത്രമല്ലല്ലോ ഇത് കൈകാര്യം ചെയ്യുന്നത്. പല പല തട്ടുകളിലുള്ള പല സംവിധാനങ്ങളുണ്ട്. അതില് ഓഫീസുകളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, സമൂഹമുണ്ട്, പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ഇഴചേർന്ന് പോകുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ നമ്മളതിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് നോക്കുക. ജനാധിപത്യപരമായിട്ടുള്ള ഒരു നീക്കങ്ങള് ശരിക്കും കുറച്ച് സ്പീഡപ്പ് ചെയ്യേണ്ടതുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം നമുക്ക് ഇപ്പം നിൽക്കുന്ന നമ്മുടെ ഒരു കാലഘട്ടം ഭയങ്കര നല്ലതാണ്. കാര്യം സോഷ്യൽ മീഡിയ, സയൻറ്റിഫിക് എക്സ്പ്ലോഷൻ ഉള്ളൊരു സമയം. ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളിൽ നിന്നുള്ള ബോധ്യങ്ങളും ആളുകൾക്കും ബോധ്യങ്ങളുണ്ട്. പണ്ട് നമ്മൾ ചെന്ന് പിന്നെ സാക്ഷരതാ ക്ലാസ് എടുക്കേണ്ടി വരുന്ന അവസ്ഥയിൽ ഇപ്പോൾ ആളുകൾക്ക് ഡയറക്റ്റ് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ. ഇതാണ് ഞാൻ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. എൻ്റെ പ്രതികരണം കുറച്ചുകൂടെ സാമൂഹ്യ ശേഷിയുള്ള ഒരു പൗരയായി അല്ലെങ്കിൽ പൗരനായിട്ട് പ്രതികരിക്കണം എന്ന് തോന്നുന്ന ലെവലിൽ സോഷ്യൽ മീഡിയ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതും ഇപ്പൊ എല്ലാവരിലേക്കും എത്തുന്നില്ല. സോഷ്യൽ മീഡിയ ഇപ്പൊ റേഞ്ച് ഒരിക്കലും ഒരു ഫോൺ കോള് പോലും കിട്ടാത്ത ഇടങ്ങളുണ്ട്. ആ ഫോണ് കയ്യിലില്ലാത്ത ആളുകളുണ്ട്. അത് വാങ്ങിക്കാൻ അതാ ഞാൻ പറഞ്ഞ 100% ഒരിക്കലും ആയി അവകാശപ്പെടാനായിട്ട് കഴിയില്ല. ഇപ്പം ഇപ്പൊ ഒരാള് ചൂഷണം ചെയ്യപ്പെട്ട പോലും അത് ചൂഷണമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആളുകൾ സമൂഹത്തിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ 100% എന്ന് പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അത് എല്ലാവരും കഷ്ടപ്പെടേണ്ടി വരും, കുറെ കാലങ്ങളിലൂടെ കാത്തിരിക്കേണ്ടി വരും. തീർച്ചയായും. പിന്നെ ഒരു പരിഷ്കൃത സമൂഹമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ പരിഷ്കൃത സമൂഹത്തില് പരിഷ്കാരം എന്നുള്ള വാക്ക് നല്ല സംസ്കാരവും നല്ല മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം എല്ലാം ഉൾപ്പെടുന്നതാണ്. അപ്പം പല ആളുകൾ അവരവരുടെ കാഴ്ചപ്പാടിന്റെ കോണുകളിൽ നിന്നാണ് ഈ പരിഷ്കാരത്തിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ അത് ഒരു പൊതുവായിട്ടുള്ള ഒരു ബോധം തീർച്ചയായിട്ടും സമൂഹത്തിൽ അത്യാവശ്യം വേണം. മാമിൻ്റെ ജേർണിയിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. അതുപോലെ എൻ്റെ സിനിമ മാം കാണണം, അതിനുള്ള അഭിപ്രായം അറിയിക്കണം. അതിൽ പ്രത്യേകിച്ച് മാം കൈകാര്യം ചെയ്യുന്ന വകുപ്പിലെ സ്ത്രീകൾ അവരുടെ അഭിപ്രായം എനിക്കറിയാൻ നല്ല താല്പര്യമുണ്ട്. കഴിവതും അവരുടെ ഒരു വൈബ്, അവർക്ക് എന്താണ് ഇത് കണ്ടിട്ട് ഞങ്ങളുടെ ജീവിതം ഇതാണ് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന വ്യത്യാസങ്ങളാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഇത് പറഞ്ഞപ്പോൾ വന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി തന്നെ ഗാന്ധിജിയുടെ പേരിൽ രാജ്യത്ത് ആവിഷ്കരിക്കപ്പെട്ടത് ഈ നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കാർഷിക മേഖല ഒരു തൊഴിലും ഇല്ലാതെ ഒരു വരുമാനവും ഇല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കഷ്ടപ്പെടുകയും. എടി ഞാൻ ഇത് വെള്ളം കുടിച്ചിട്ട് വരട്ടെ, പോട്ടെ. അവൾ എന്തിനാടി പോയത്? വെള്ളം കുടിച്ചേ. പലരും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അന്നത്തെ UPA സർക്കാർ ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്.
അപ്പൊ അത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പം അതില് തുല്യവേതനാണ്, അല്ലെങ്കിൽ പുരുഷനാണോ സ്ത്രീയാണോ, അതിൽ നമ്മളിപ്പം നമ്മൾ സർക്കാർ സർവീസിലൊക്കെ കാണുന്ന പോലെ തന്നെ തുല്യവേതനം. അപ്പൊ ഒരു സമഭാവനയോടുകൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതിന് ശരിക്കും ഒരു മുന്നേറ്റമായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് ഈ കൊല്ലം ഡിസ്ട്രിക്റ്റുകളിലൊക്കെ ഞാൻ ചെല്ലുമ്പം അവർക്ക് അതൊരു വലിയൊരു വൈറ്റ് കോളർ ജോബായിട്ട് തന്നെയാണ് അവരെടുക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും, കാരണം അത് ഒരു സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള കുടുംബങ്ങളിലെ ഒരു സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റത്തിന് വഴി തെളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നല്ലൊരു പദ്ധതിയാണ്. അപ്പം അതിൽ പണിയെടുക്കുന്ന തൊഴിലാളി ഇപ്പം നമ്മൾ എന്തൊക്കെ പരിഷ്കാരം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ നമുക്കൊരു ചെലവ് വരുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്നതിന് പകരം നമ്മുടെ കയ്യിൽ പൈസ വരുമാനം ഉണ്ടാവുക എന്നുള്ളത് കുടുംബത്തിലെ ഡിസിഷൻ മേക്കിങ്ങിലാണെങ്കിലും പുറത്തുള്ള നമ്മുടെ ഇടപെടലുകളിലാണെങ്കിലും അത് അത്യാവശ്യമാണ്. സാമ്പത്തിക ശാക്തീകരണം ഏതൊരു വ്യക്തിക്കും ആവശ്യമാണ്. അപ്പൊ ആ ഒരു പദ്ധതിയുമായിട്ട് അതില് പണിയെടുക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചിട്ടുള്ള ഈ സ്ത്രീ അവിടെ ഒരു ഡയലോഗിൽ പറയുകയും ചെയ്യുന്നുണ്ട്, പിന്നെ സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തം കാലിൽ നിന്ന് ഒരുത്തിനെയും പേടിക്കണ്ട. അവളുടെ ലാംഗ്വേജിലാണ് പറയുന്നത്. ചെവിത്തോടെ കൊണ്ടുവന്നിരിക്കോ, ഇതുകൊണ്ട് ചെയ്താൽ മതി, ഇതുകൊണ്ടുണ്ടാക്കിയാൽ മതി, കള്ളപ്പണി അപ്പുറത്താണ് പൊടി. ഒരു സ്ത്രീക്ക് ആവശ്യമായത് സാമ്പത്തിക ഭദ്രതയാണ്. അല്ലാതെ എനിക്കൊരു ഭർത്താവ് എന്നുള്ളത് ഒരു അഡീഷണൽ ആണ് ആവുകയേ ചെയ്യാവൂ. സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത സ്ത്രീക്ക് എങ്ങും ഒരു സ്വാതന്ത്ര്യമില്ല. സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ വരുന്ന കുടുംബങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സാമ്പത്തിക ഭദ്രത ഒരു സ്ത്രീക്ക് നേടേണ്ടതാണ് എന്നൊരു മെസ്സേജ് മതി കൊടുക്കുന്നുണ്ട് മാം പറഞ്ഞ പോലെ. തീർച്ചയായിട്ടും സാമ്പത്തിക ഭദ്രത എപ്പോഴും ആവശ്യമാണ്. കാരണം പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാം, ഇപ്പൊ സാമ്പത്തിക ഭദ്രത ഉള്ള എല്ലാവരും ശാക്തീകരിക്കപ്പെട്ടവരാണ് കാരണം പലപ്പോഴും ഞാൻ വനിതാ കമ്മീഷൻ മെമ്പറായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പം ഏറ്റവും സാമ്പത്തികമായിട്ട് ശാക്തീകരിക്കപ്പെട്ട വ്യക്തികളുടെ ഇടയിൽ പോലും പല സ്ത്രീകൾക്കും മറ്റു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് പിന്നെ ഒരു ഇമോഷണൽ പ്രോബ്ലംസിൽ ചെന്ന് പെട്ടുപോകുന്നവരാണ് ഒരുപാട് പേരുണ്ട്. ഇത് ഡിപ്രഷന്റെ ഒരു കാലവും ഒരു മെന്റൽ ബ്രേക്ക്ഡൗണിന്റെ കാലവും ഒരുപാട് സ്ത്രീകൾ അത് അനുഭവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുടുംബം എന്ന് പറയുന്നതും ഒരു സ്വർഗമൊന്നും അല്ല. അവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അപ്പോൾ അതിൽ നിന്ന് പുറത്തു വരാൻ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതായത് ഇപ്പം കുടുംബമാണെങ്കിലും നമ്മുടെ കുടുംബത്തിന് പുറത്തുള്ള സാഹചര്യങ്ങളാണെങ്കിലും ഏതൊരു വ്യക്തിക്കും നമുക്ക് സമാധാനപരമായിട്ടുള്ള ജീവിതമാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. വിശപ്പിന് ഭക്ഷണം വേണം, ധരിക്കാൻ നല്ല വസ്ത്രം വേണം, പിന്നെ സമൂഹത്തിൽ നമുക്ക് അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയണം. ഇതൊക്കെയാണ് ഏതൊരു വ്യക്തി ആഗ്രഹിക്കുന്നത്. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവണം, പിന്നെ ബന്ധങ്ങളിൽ ഊഷ്മളത ഉണ്ടാവണം. അത് കുടുംബത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ആ ബന്ധം ഊഷ്മളമാണെങ്കിൽ മാത്രമേ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നും നല്ല ജാഗ്രത വേണം. പിന്നെ നമ്മൾ ഇടപെടുന്ന ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പൊ ആരോഗ്യപരമായിട്ടുള്ള സൗഹൃദം കുടുംബത്തിനകത്തും പുറത്തും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കുടുംബത്തിൽ മാത്രമല്ല, പൊട്ട തവളയായിട്ട് ഇരിക്കാതെ കുടുംബത്തിന് മാത്രം നിൽക്കാതെ സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെന്നെങ്കിൽ ഇങ്ങനൊരു ലോകമുണ്ടെന്ന് അറിയത്തുള്ളൂ. പ്രത്യേകിച്ച് കുലസ്ത്രീ വട്ടത്തിൽ നിൽക്കുന്ന സ്ത്രീകൾ എൻ്റെ വീട് എൻ്റെ കുടുംബം ഇതിനപ്പുറത്തേക്ക് പോകുന്നില്ലല്ലോ. ഇപ്പം ഇതിൽ കൊടുത്തിരിക്കുന്ന മെസ്സേജും അതിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് കാര്യം. സാമൂഹ്യ പ്രതിബദ്ധമായ ഒരു വ്യക്തി, ഒരു പൗര അല്ലെങ്കിൽ പൗരനാവണമെന്നുണ്ടെങ്കിൽ, പൗര എന്ന സ്ത്രീകളെ പറയും, പൗരയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം, സംസാരിക്കണം, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് തീരുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം. വിദ്യാഭ്യാസം ആ കുഞ്ഞിൻ്റെ മുലപ്പാലിനൊപ്പം കൊടുക്കേണ്ടതാണ്. എങ്ങനെയാണ് ഒരു സമൂഹത്തിലൊരു കുഞ്ഞായിരിക്കുന്നത്? നമ്മളിപ്പോൾ ഈ കതിരുമേൽ വളം വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് മുമ്പോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ലെവലിൽ നിന്ന് തന്നെ തുടങ്ങി ഒരു കുട്ടി എങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കുട്ടിയെ മറ്റുള്ളവരോട് സഹകരണത്തോടെയും സഹവർത്തിത്വത്തോടെയും ജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു ലെവലിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കണം. തീർച്ചയായിട്ടും. കാരണം ഇപ്പം നമ്മൾ കുട്ടികൾക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കലല്ലോ, നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതവർ അറിയണം. കാരണം അറിഞ്ഞാലാണ് അവർക്ക് അതിനെയൊക്കെ എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് കുട്ടികൾക്ക് അറിയുള്ളൂ. ഇപ്പം നമ്മൾ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും അതിനനുസരിച്ചുള്ള തരത്തിലുള്ള കുട്ടികളുമായിട്ടുള്ള ഇടപെടൽ വേണം എന്നുള്ളതാണ്. കാരണം കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വേണം. പക്ഷെ എന്നാലും ഈ പരസ്പരമുള്ള ബഹുമാനത്തിനും സ്നേഹത്തിനും കാലഘട്ട വ്യത്യാസം ഇല്ലല്ലോ. അതെല്ലാ കാലഘട്ടത്തിലും ഒന്നും. അത് നമ്മൾ മാം പറഞ്ഞ പോലെ പെരിഫറലായിട്ട് പുറമേ കാണിച്ചാൽ പോരാ, അകമേ അത് ഉണ്ടാവണമെങ്കിൽ
കുറേ കൂടി നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ഈ സാമൂഹ്യ പരിവർത്തനം ചെയ്യുന്ന മാമിനെ പോലെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന പൊളിറ്റിക്സിൽ നിൽക്കുന്നവർ, രാജ്യസ്നേഹമുള്ളവർ അതിലേക്ക് ഇറങ്ങി ചെല്ലുകയും അതിൻ്റെ കോറായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയും നമ്മളിപ്പോൾ ഒരു 5 വർഷത്തേക്ക് 10 വർഷത്തേക്ക് മുൻപോട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പോകുക എന്നുള്ളതാണ് കാര്യം. ഗ്ലോബലി എല്ലാവരും ചേഞ്ച്ഡ് ആവണം. നമ്മൾ കേരളം മാത്രം ഇങ്ങനെ നമ്മൾ ഭയങ്കര സമൂഹത്തിൽ ഏറ്റവും വലിയ വിശിഷ്ടരാണെന്ന് പറഞ്ഞിരിക്കുന്ന കേരളത്തിൽ ഒളിച്ചും ഇപ്പം തന്നെ എന്തെല്ലാം ഒരു കുഞ്ഞിനെയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതൊക്കെ സ്വന്തം അമ്മ പോലും അതിന് കൂട്ടു നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നമ്മൾ ഈ വലിയ കൾച്ചറും വലിയ കാര്യങ്ങളും പറയുന്നത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊരു പോയിന്റ് ഉണ്ട്. ഇപ്പം ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ പലപ്പോഴും അവരുടെ പുറമേയുള്ള അവരുടെ ഇടപെടലും കാര്യങ്ങളും അവരിങ്ങനത്തെ വ്യക്തികളാണെന്ന് ചിലപ്പോൾ നമുക്ക് വരുന്നുണ്ടാവില്ല. അവരെ ഏറ്റവും നന്നായിട്ട് ഇടപെടുന്ന ആളുകളാവാം. അപ്പം ഒരു സമൂഹത്തിന് മുതൽക്കൂട്ടാകുന്ന വ്യക്തിത്വങ്ങളായിട്ട് എല്ലാവരും വളർന്നു വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. അതെ അതെ. സിനിമയ്ക്ക് ഞാൻ എല്ലാവിധ കാണണം, കണ്ടിട്ട് അഭിപ്രായം വേണം. മാമിൻ്റെ എത്രയും വലുത് നമ്മുടെ സ്ത്രീകളിൽ എത്തിക്കുക എന്നുള്ളത് മാമിൻക്ക്. എന്താണ് 26 തിരഞ്ഞെടുക്കാൻ കാരണം? അല്ല, ഞാൻ ആക്ച്വലി ഈ യുദ്ധത്തിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ 2 മാസം മുമ്പാണ് പ്ലാൻ ചെയ്തിരുന്നത്. അന്ന് ഈ യുദ്ധ പ്രശ്നങ്ങളൊക്കെ കുറേ തിയേറ്ററുകൾ അടച്ചു. അപ്പോൾ നീട്ടിക്കൊണ്ടു വന്നപ്പോൾ പിന്നെ എനിക്കൊരു ഡേറ്റ് കിട്ടിയത് 26-നാണ്, ജൂണിലാണ്. നമ്മൾ ഡേറ്റ് കൂടെ സെലക്ട് ചെയ്യണമല്ലോ. നമ്മൾ അന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം കൂടിയാണ്. ആണോ? ഓക്കെ, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് കൊള്ളാം, അടിപൊളി. അപ്പം അത് ഞാൻ അറിഞ്ഞില്ല. അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ 26-ന് റിലീസാണ്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.